എനിക്ക് അവകാശപ്പെട്ട അവളുടെ സ്നേഹം മറ്റൊരാൾ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. മറ്റന്നാ രാവിലെ ഗണപതി കോവിലിലെ 2 പേരുടെയും പേരിൽ ഹോമത്തിന് കൊടുത്തിട്ടുണ്ട്. ദൈവങ്ങളായിട്ട് തടസ്സങ്ങളൊന്നും ഉണ്ടാക്കരുതല്ലോ. തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവങ്ങളല്ലല്ലോ, നമ്മള് മനുഷ്യരല്ലേ. സത്യം സിദ്ധു ആയിരിക്കും. ഓ പിന്നെ സിദ്ധുവായിട്ടൊന്നും ആവില്ല. ആമിയുടെ ബാലുമോനാണോ എന്തോ. ഇത് ശരിക്കുള്ളൊരു ബാധയാണ്. സിദ്ധു ആയിരിക്കും. എടുക്കെടുക്ക്, അവന് ഉറക്കം വരുന്നുണ്ടാവില്ല. ആമിയെ കിടന്നുറങ്ങിക്കോ. ശരി, ഓക്കെ. എന്തുവാ ഇത്? അല്ല, ഞാനേ ഒരു മെസ്സേജ് അയച്ചായിരുന്നു. ഓ, ഞാനത് കണ്ടായിരുന്നു. അതിനുള്ള റിപ്ലൈ ഞാൻ തന്നല്ലോ. അല്ല, ഞാൻ വിളിച്ചതേ ഈ 6:30 തന്നെ കറക്റ്റ് ഇറങ്ങണം, ഞാൻ അവിടെ എത്തുമെന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ചോ. അത് എത്ര തവണ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഷാർപ്പ് 6:30 റെഡി ആയിരിക്കും. താനേ പോത്തുപോലെ അവിടെ കിടന്ന് ഉറങ്ങും. അലാറം വെച്ചേക്കണം, അത് പറയാൻ വേണ്ടി വിളിച്ചാ. എന്റെ അലാറേ എന്റെ ആമിയ. എന്നെ ആമി 5:30 ആവുമ്പോ വിളിച്ചോളൂ. ഓ അതെ, ആക്ച്വലി ഞാൻ വിളിച്ചതേ ഈ 1-2 കാര്യങ്ങൾ എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയി. എന്റെ പൊന്ന് സാറേ, ഡിസൈൻസിന്റെ കാര്യമാണെങ്കിൽ എല്ലാം കൂടി വാരി വണ്ടിക്കകത്തോട്ട് വച്ചേക്കാം. പോകുന്ന വഴി അതും നടക്കട്ടെ. ഇങ്ങനത്തെ ബിസിനസ്സുകാർക്ക് എപ്പോഴും ഈ ചിന്തയാ. വട്ട്. അതെ, വട്ട് ജോലി കാര്യത്തിലല്ല, വേറെ കാര്യത്തിലാ. എന്തോ? അത് ഞാൻ നാളെ വണ്ടി കയറുമ്പോ പറയാം. വട്ടിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ പറയുന്നതായിരിക്കും നല്ലത്. അല്ല, അത് ഞാൻ നാളെ പറഞ്ഞോളാം. എനിക്കറിയാം, മലകയറ്റമായിരിക്കും. അതാണല്ലോ. എന്റെ പൊന്ന് സാറേ, ഞാൻ ആ വണ്ടിയിൽ കയറണമെങ്കിൽ എനിക്കൊരു ഗ്യാരണ്ടി വേണം. എന്ത്? 60 കിലോമീറ്ററിൽ താഴെ വണ്ടി ഓടിക്കണം. അതെ, എന്റെ വണ്ടി റൈഡിന് കൊണ്ടുപോകുന്ന വണ്ടിയാ. ഓഫ് റോഡ് പോയാലേ എന്റെ വണ്ടി ഒന്ന് ആനന്ദിക്കും. അതുകൊണ്ട് 130 താഴെ ഇയാള് പ്രതീക്ഷിക്കണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിലേ ആ വണ്ടിയിൽ കൂടെ കൊണ്ടുപോവാൻ വേറെ ആളിനെയും കൂടി സാർ നോക്കിക്കോ. ഹലോ ഹലോ, എന്താ മോളെ? ഒന്നുമില്ല, ഓഫീസ് കാര്യങ്ങളാ. ചെന്ന് എടുക്കും മോളെ. അവിടെ കിടന്നടിക്കട്ടെ, നമുക്ക് കിടക്കാം. ഇതാണ് എന്റെ ഒരു കുഴപ്പം. ഈ പ്രണയിക്കുന്നതിന് കുറച്ച് ആത്മധൈര്യമൊക്കെ വേണ്ടേ? ഛേ, ഞാനൊരു കിഴങ്ങൻ കാമുകൻ തന്നെടേ. എനിക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ഈ പണിയായിട്ട് നടക്കുന്ന എന്തിനാ? കുഴപ്പമില്ല, നാളെ അങ്ങ് ചെല്ലട്ടെ, കാണിച്ചു കൊടുക്കാം. ലോകത്തെല്ലാ കാമുകന്മാരും ഇങ്ങനെയായിരിക്കൂ?
എന്തോ ഈ നോക്കുന്നേ? ഒരുമാതിരത്തെ നോട്ടം. എന്താ? അല്ല, ബെൽറ്റ് ഇടും. ബെൽറ്റ് ഒക്കെ ഞാൻ ഇട്ടു. പോവാം. ആമി അവിടെ നിപ്പുണ്ട്. പറയൂ. അമ്മി, ആമി, പോയിട്ട് വരാം. അതെ, ഞാൻ മോർണിംഗ് 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശീലിച്ച ഒരാളാ. എനിക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ? എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കോൺഫ്ലെക്സാ, അത് ഞാൻ കഴിച്ചു. നിങ്ങള് മുതലാളിമാർക്ക് അതൊക്കെ മതിയായിരിക്കും. ഞാൻ കഴിക്കുന്ന ഫുഡേ മുതലാളിമാര് മാത്രമല്ല കഴിക്കുന്നത്, സാധാരണക്കാരും കഴിക്കും. കുറച്ച് ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കുന്നവരങ്ങനെയാ, അല്ലാതെ ചുമ്മാ വാരി വലിച്ച് തിന്നത്തില്ല. ഞാൻ വാരി വലിച്ച് തിന്നുന്ന ആളൊന്നും അല്ല. എനിക്കിപ്പോ ഭക്ഷണം കഴിക്കണം, അത് പറ്റുമോ? അയ്യോ, ഇപ്പൊ പോകുന്ന വഴിക്കുന്നല്ല, റെസ്റ്റോറന്റ് ഒന്നുമില്ല. ഒരു 5-8 കിലോമീറ്റർ പോകണം, എന്നിട്ട് ഞാൻ മേടിച്ചു തരാം. എനിക്കാരും വാങ്ങിച്ചു തരുമൊന്നും വേണ്ട, ഞാൻ തന്നെ വാങ്ങി കഴിച്ചോളാം. അതിനുള്ള കാശ് ഞാൻ തന്നെ കൊടുത്തോളാം. വാങ്ങിച്ചു തരാനായിട്ട് നടക്കുന്നു. അതെ, മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു മ്യൂസിക് പ്ലേ ചെയ്യാമോ? അതെ, ഇത് ലവ് സോങ്സാ, ഗ്രേറ്റ് ലവ് സോങ്സ്. ലവ് സോങ്സ് കേൾക്കാൻ പറ്റിയ സമയം. ഇതൊക്കെ വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് അങ്ങ് കേട്ടാ മതി. ഒരു ലവ് സോങ്സ്. അതെ, ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോ എന്തിനാ വോളിയം കൂട്ടുന്നത്? അതെ, ഡ്രൈവ് ചെയ്യുമ്പോ ഇതെന്റെ ഒരു ശീലോ, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഉറങ്ങിപ്പോവും. ഉറക്കം വരാതിരിക്കാൻ പാട്ട് വെക്കുന്ന എന്തിനാ? ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ കുറെ ഉണ്ടല്ലോ, ആരാധികമാര്. അവരെ അങ്ങ് ഓർത്താ പോരെ? ആ, ഒരാളെ മനസ്സിൽ വെച്ചാ ഞാൻ ഈ സോങ് ഇട്ടത്. താ വേണം ചെവി കൊത്തിക്കും. ഇതെന്റെ ഫേവറേറ്റ് സോങ്ങാ. ഫേവറേറ്റ് സോങ് ആണെങ്കിൽ ഇതിവിടെ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഈ പാട്ടിന് എന്താണോ കുഴപ്പം? എന്താ കുഴപ്പമെന്ന്? അതിട്ട പ്രശ്നം. എന്താ പ്രശ്നം പറ. എന്റെ ഫേവറേറ്റാ ഈ സോങ്. ആ, ഈ ഒരു കാര്യത്തിലെങ്കിലും ഒരു ചെറിയ പൊരുത്തം ഉണ്ടല്ലോ. ഓ, ഹലോ,
കഴിക്കണ്ടേ? എനിക്ക് വിശന്നിട്ട് പാടില്ല. ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റ് ഇതാ. എങ്ങനെയുണ്ട്? അതെ, കുറച്ച് ഫാസ്റ്റിംഗും കൂടെയൊക്കെ ശീലിക്കണം. ഡയറ്റിംഗ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. വാ. അല്ല, ഇത്രയും വലിയ റെസ്റ്റോറന്റിൽ നിന്നാണോ ഫുഡ് കഴിക്കുന്നത്? താൻ അങ്ങനെ സാധാരണ സ്ഥലത്തുനിന്ന് കഴിക്കില്ലല്ലോ. അതാണല്ലോ തന്റെ ശീലം. നമ്മള് തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന ആളാണേ. അതെ, സന്ധ്യക്ക് മുമ്പ് വീട്ടിലെത്തണം. അങ്ങനെ ആമയോട് പറഞ്ഞേക്കുന്നത്. ആദ്യം പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ. നടക്ക്, എന്തെങ്കിലും കഴിക്കാം. ഇയാളുടെ പൈസ ഇയാള് കൊടുത്തു. ഇന്നത്തെ ചെലവെല്ലാം സാറിന്റെ. സാറ് തന്നെ ബില്ല് കൊടുത്താ മതി. പേഴ്സ് എടുത്ത് കാണത്തില്ലല്ലേ? പേഴ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മള് MDയും സ്റ്റാഫും ആണെന്ന് മാത്രം വിചാരിച്ചാ മതി. ബിസിനസ് മീറ്റിംഗിന് പോകുമ്പോ ബില്ല് കമ്പനി വകയല്ലേ. താങ്ക് യു. താങ്ക് യു. ഈ ബാലു ജോത്സ്യര് പറയുന്ന പോലെ ജീവിച്ചിരിപ്പുണ്ടാവോ? എനിക്കറിയില്ല. ചിലപ്പോ ഉണ്ടാവാം, ചിലപ്പോ ഉണ്ടാവാതിരിക്കാം. റിംഗ് എക്സ്ചേഞ്ചിന് ഞാൻ മുറിയിൽ കണ്ടത് അവനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം അവൻ ജീവനോടെ ഉണ്ട്. നമ്മുടെ ഈ അന്വേഷണം അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണം ചെന്നെത്തുന്നത് ജീവിച്ചിരിക്കുന്ന ബാലുവിന്റെ മുമ്പിലായിരിക്കും. ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. ആമിക്ക് ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില് ജീവിക്കാമല്ലോ. മരിച്ചു എന്ന് വിശ്വസിച്ച് ജീവിക്കുകയായിരുന്നു എന്റെ ആമി. വിഷമവും സങ്കടമൊക്കെ ഉള്ളിലൊതുക്കി പോവുമായിരുന്നു. ഒരു മകനെ നഷ്ടപ്പെട്ടു പോയ അമ്മ, മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ ഒരമ്മ. അതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. മരിച്ചോ ഇല്ലയോന്ന് പോലും ഉറപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ. ബാലു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അപർണ അയാളെ സ്വീകരിക്കുമോ? എന്റെ ഈ മോതിരവിരലില് ആദ്യം വിവാഹം ഉറപ്പിച്ചത് ബാലുവാ. ആ ബാലു തിരിച്ചു വന്ന അയാള് എന്ത് ചെയ്യുമെന്നാ ഞാൻ ചോദിച്ചത്. അതെനിക്കറിയില്ല. എന്റെ മനസ്സിൽ ഭർത്താവിന്റെ സ്ഥാനത്ത് വന്ന് ആദ്യം കയറിയത് അവനാ. കുഞ്ഞുനാളിലെ അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റിയൊരു ബന്ധമായിരുന്നില്ലല്ലോ അത്. അപ്പോ താൻ എന്റെ കയ്യിലിട്ടിരിക്കുന്ന ഈ മുദ്രമോതിരം ഞാൻ എന്താ ചെയ്യണ്ടേ? അത് സാറിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരമല്ലേ. ഊരിമാറ്റോ ഉപേക്ഷിക്കോ എന്ത് വേണേലും ആവാം. എപ്പോഴായാലും സംഭവിക്കേണ്ട അത് തന്നെയാണല്ലോ. നമ്മൾ തമ്മിലുള്ളത് 3-4 മാസത്തെ വെറും ധാരണ മാത്രമാണല്ലോ.
ഉടമ്പടി. അതിനു മുമ്പ് ബാലു വരുവാണെങ്കിൽ സാറ് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്കും ഈ മുദ്രമോതിരം അഴിച്ച് സാറിനെ തിരിച്ചേൽപ്പിക്കാം. എന്നിട്ട് ഇയാള് പഴയതൊക്കെ മറന്ന് ബാലുവിന്റെ ഒപ്പം ജീവിക്കും അല്ലേ? ശരി, അപ്പോ ഞാനെന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞാ. സാർ എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഈ മുദ്രമോതിരം ആമയുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയിട്ടോ. താൻ എപ്പോഴും പറയുമല്ലോ ഈ മോതിരം കയ്യിലിട്ട ആ ആളുടെ ഒപ്പം ജീവിക്കുള്ളൂന്ന്. ആ ആളുടെ ഒപ്പം ജീവിച്ച എന്താ കുഴപ്പമെന്ന് ഞാൻ ചോദിച്ചേ. തമാശയാണോ? പ്രണയവും ജീവിതമൊന്നും ഒരു തമാശയല്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നത് താനാ. തന്നെ വിട്ട് ഈ ജന്മത്തിൽ വേറൊരു വിവാഹം ഉണ്ടെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? തുറന്നു പറയണമെന്ന് ഒരുപാട് നാളായിട്ട് വിചാരിക്കുക. മനഃപൂർവ്വം അടുത്തതല്ല. എപ്പോഴോ ഇയാൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. തിരുത്താൻ നോക്കിയതാ ഒരുപാട് വട്ടം. പറ്റില്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. രണ്ട് കുടുംബങ്ങളും ആഗ്രഹിച്ച് അനുഗ്രഹിച്ച നമ്മളെ രണ്ടുപേരെയും. എന്റെ മനസ്സിൽ കിടന്നൊരു ഈഗോ ഉണ്ട്, ഞാൻ അതങ്ങ് കളയുക. തനിക്കും എന്നെ ഇഷ്ടമാണെന്ന് താൻ തന്നെ എന്നെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് പല വട്ടം. അതുകൊണ്ട് ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നത് രണ്ട് നല്ല കാര്യങ്ങളായിട്ടാ. ഒന്ന്, ബാലുവിനെ കണ്ടെത്തി ആമിയെ ഏൽപ്പിക്കുക. രണ്ട്, ബാലുവിന്റെയും കൂടെ അനുഗ്രഹത്തി നമ്മുടെ വിവാഹം. ഓഹോ, അപ്പൊ ഇത്രയും കാലം ഇയാൾ ഇതാണ് മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ? തന്റെ മനസ്സിൽ ഇത് തന്നെയല്ലായിരുന്നു? എന്റെ മനസ്സിലും അങ്ങനെയൊന്നും ഇല്ല. എന്റെ മനസ്സിൽ നിങ്ങൾ എന്റെ ബോസ് മാത്രമാ. അന്നും ഇന്നും എന്നും എപ്പോഴും ഈ നിമിഷം വരെയും. അതിനപ്പുറത്തേക്ക് ഇയാൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, അത് ഇയാളുടെ മാത്രം കുഴപ്പമാ. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പൊ നിർത്തിക്കോണം. ഇവിടെ വെച്ച് ഇപ്പൊ നിർത്തണം. തെറ്റുകാരൻ ഞാനാ. തെറ്റുപറ്റിയത് എനിക്കാ.
അതെ, എന്താലോചിച്ചോണ്ട് ഈ വണ്ടി ഓടിക്കുന്നേ? അത് മനുഷ്യ കഴിക്കണ്ടേ? അത് ഈ റെസ്റ്റോറന്റ് അല്ലേ? ഉം. ഈ ഡ്രീമി കണ്ടതുപോലെ ആള് നെഗറ്റീവ് ആവോ? എല്ലാ ഡ്രീമും സത്യമാവണമെന്നില്ലല്ലോ. എന്തായാലും ഞാൻ പറയും. ഇന്ന് ഞാൻ എന്നോടുള്ള സ്നേഹം അവളെയും കണ്ട് തുറന്ന് പറയിപ്പിക്കും. ഹലോ, എന്തോ ആലോചിച്ചോണ്ട് നിക്ക? കഴിക്കാൻ എന്താ വാ, കഴിക്കണ്ടെന്ന് എനിക്ക് വിശക്കുന്നു. വരാൻ. പിന്നെ ആ മുത്തപ്പന്റെ നമ്പർ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞു? ആ, ട്രൈ ചെയ്ത് നോക്കി. ആ പലിശക്കാരനും മുത്തപ്പനും കൂടി പറഞ്ഞതനുസരിച്ചാണെങ്കിലേ മോതിരക്കണ്ണി എന്ന് പറയുന്ന സ്ഥലത്തെന്തോ ആണ്. കൊച്ചച്ഛൻ എന്നോട് അത് തന്നെയാ പറഞ്ഞത്. താൻ ഡയൽ ചെയ്ത് നോക്ക്. താന്ന് വിളിക്കേ. എന്റെ മൊബൈല് കാണുന്നില്ല. ആ എടോ, അത് വണ്ടിക്കകത്ത് കാണും, ടെൻഷൻ അടിക്കണ്ട. ഇല്ല, ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. എന്റെ ആമി എന്നെ വിളിച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്റെ കൂടെയല്ല വന്നിരിക്കുന്നേ, അതെന്തായാലും ഉണ്ടാവില്ല. പുതുപ്പെണ്ണും പുതുചെറുക്കനും പോയ വഴിക്ക് ഒരമ്മയും ഒരമ്മായിമ്മയും അന്വേഷിക്കില്ല. അയ്യാടാ, നമ്മളെ ഹണിമൂൺ പോവാന്ന് വിചാരിച്ചിരിക്കുവായിരിക്കും. ദേ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി കേട്ടോ. കുറെ നേരായിട്ട് പുറത്തു വരുന്നുണ്ടല്ലോ തനി സ്വഭാവം. ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഹായ് സർ. ഹായ്. എന്തുള്ള കഴിക്കാൻ? എന്താ സാർ വേണ്ടത്? ഒരു കാര്യം ചെയ്യും, എനിക്ക് ബ്രെഡ് ഓംലേറ്റ് എടുക്കും. ഓക്കെ സാർ. മാഡത്തിന്? എനിക്ക് പൊറോട്ടയും ബീഫ്. ഓക്കെ മാഡം. അതെ, ബീഫ് ഡ്രൈ ഫ്രൈ മതി. ഒരു ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. ഒരു കോഫി മതി. ഓക്കെ സാർ. ശരി. പൊറോട്ടയും ബീഫും നാഷണൽ വേസ്റ്റ്, ഇതൊക്കെ ആരെങ്കിലും കഴിക്കൂ? അതെ, ഞങ്ങളെ സാധാരണക്കാരാ. ഞങ്ങൾ ഇതൊക്കെ കഴിക്കത്തുള്ളൂ. നിങ്ങളെപ്പോലെ ഹൈജീനിക് ഹൈടെക് ലെവലൊന്നും അല്ല സർ, പാവങ്ങളാ. ഓ, സാധാരണക്കാരനായിരുന്നെങ്കിലേ കഞ്ഞിയും പയറും ഓർഡർ ചെയ്താ പോരായിരുന്നോ? ഞാൻ പൊറോട്ട കഴിക്കത്തുള്ളൂ. പൊറോട്ടയും ബീഫ് കഴിച്ചുള്ളൂ. ഓ, തന്റെ ആമിയോ? എടുക്ക്. ടെൻഷനായിട്ട് വിളിക്കുമായിരിക്കും. ആമി, ഞങ്ങളെ വരുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയേക്കുവാ. ഞാൻ കൊടുക്കാം ആമി. ആമി, ഞാനേ ഫോൺ എടുക്കാൻ വിട്ടുപോയി. ആമി ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നോ? ആമി, എനിക്കേ ആ മുത്തപ്പന്റെ നമ്പർ ഉണ്ടെങ്കിൽ സിദ്ധുവേട്ടന്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരുമോ? എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ട്, കാര്യം പറയാം. സ്വപ്നത്തിൽ കണ്ടതുപോലെ സംഗതി വല്ലതും ഡാർക്കാവോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. സ്വപ്നം വേറെ ജീവിതം വേറെ എന്നാണല്ലോ